ഒരു സ്ക്രീനിന്റെ സുരക്ഷിതത്വത്തിലിരുന്ന് മറ്റൊരാൾക്ക് നേരെ ക്യാമറ തിരിക്കുമ്പോൾ നമ്മൾ അയാളുടെ ജീവിതത്തിന് മേലാണ് വിധി പ്രസ്താവിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പടരുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ കുറിക്കുന്ന ഓരോ പരിഹാസവും ആവേശത്തോടെ ചെയ്യുന്ന ഓരോ ഷെയറും ഒരാളുടെ ജീവൻ എടുക്കുന്ന കൊലക്കയറിലെ ഇഴകളായി മാറുകയാണ്. ഒരു വശത്തെ ആരോപണം മാത്രം കേട്ട് ഒരാളെ ലോകത്തിനു മുന്നിൽ കുറ്റവാളിയായി വലിച്ചെറിയുന്ന ഈ സൈബർ ക്രൂരതയ്ക്ക് അറുതി വരുത്തിയേ തീരൂ. പരാതികൾ ബോധിപ്പിക്കേണ്ടത് നിയമവ്യവസ്ഥയ്ക്ക് മുൻപിലാണ്, അല്ലാതെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി സോഷ്യൽ മീഡിയയുടെ ചാവേർ മൈതാനങ്ങളിലല്ല. ഒരാളെ പരസ്യമായി അപമാനിച്ച് അയാളുടെ ആത്മാഭിമാനത്തെ തകർക്കുന്നത് നീതിയല്ല, മറിച്ച് അതൊരു ആധുനികമായ വേട്ടയാടലാണ്. അപമാന ഭാരത്താൽ ഒരു മനുഷ്യൻ സ്വയം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കും അതിൽ വിധി പറഞ്ഞവർക്കും കൈകഴുകാൻ കഴിയില്ല. നമ്മുടെ വിരൽത്തുമ്പുകൾക്ക് ഇനിയൊരു ജീവന്റെ ഭാരം കൂടി താങ്ങാനുള്ള ശേഷിയില്ല. ഒരു വാർത്തയോ ദൃശ്യമോ പങ്കുവെക്കുന്നതിന് മുമ്പ് അത് തകർക്കുന്നത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനെയാണെന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. വിവേകമില്ലാത്ത ആവേശത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു മനുഷ്യജീവൻ. ആൾക്കൂട്ട നീതിയല്ല, ആത്മസംയമനമാണ് സോഷ്യൽ മീഡിയ യുഗത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം.